നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് 2 ദിവസം മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ജാക്ക് റസലൊക്കെ ലിറ്റർ ഇറങ്ങാതായി കിടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിലൊരാൾ ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഒരു വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണമെങ്കിൽ നല്ല പപ്പീസൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഞാനവിടെ അവരുടെ വിശേഷങ്ങൾ കാട്ടിത്തരാം. ഇതാണ് ആള്. ഇവളുടെ പേര് റാണി എന്നാണ് അവളുടെ പേര്. 2ാമത്തെ പ്രസവമാണ് കേട്ടോ അവളുടെ. നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അവൾ 8 പപ്പീസിനെ തന്നുട്ടാ. അതിൽ 5 എണ്ണം മെയിലും 3 എണ്ണം ഫീമെയിലും. എല്ലാം ഒരുവിധം നല്ല വൈറ്റ് കളർ പാറ്റേൺ ആയിട്ടുള്ള കുട്ടിയാണ്. ഒരു റെഡിഷ് കളർ പോലത്തെ കളറാണ് കേട്ടോ വരിക. ഹെഡിലൊക്കെ വരിക ഇവളുടെ കളർ പോലെ തന്നെ ആയിരിക്കും. പിന്നെ 2-3 നല്ല വൈറ്റ് കളർ പപ്പീസ് ഉണ്ട് കേട്ടോ. ഫുൾ വൈറ്റൊക്കെ ആയിട്ടുള്ള ടൈപ്പ്. നല്ല അപാരൊക്കെ ഇറങ്ങാട്ട പുള്ളി മുട്ടണ്ട അതിൻ്റെ അടുത്ത്. ഒരാൾ ഇതും മെയിലൂട്ടി തന്നെയാണ്. നല്ല വൈറ്റ് കളറൊക്കെ ആയിട്ടുള്ള പപ്പീസൊക്കെ ഉണ്ട്. എല്ലാം നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസാണ്. ഒരാൾ മാത്രം ഇത്തിരി ചെറിയ കുട്ടിയുള്ളൂ. പക്ഷേ ആളും നല്ല അതിൽ പാലൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഒരാളുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്ത് പ്രസവിക്കാനായിട്ട് സില്ലി എന്ന് പറഞ്ഞോള് മിക്കവാറും ഇന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇവളുടെ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തൊട്ട് തുടങ്ങിയത് രാത്രി ഇന്നലെ. ആ സമയത്ത് വീഡിയോ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നല്ല പണിയായിരുന്നു. ഇത്രയും പപ്പീസൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇവളാണെങ്കിൽ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ച് കിടന്നിട്ട് അടുത്ത് തന്നെ പുഷിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ മേത്ത് കയറി കിടക്കാണ്ടൊക്കെ ഇരിക്കാനായിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ നമ്മളൊരു ആളുണ്ടാവില്ല ഹെൽപ്പിന്, നമ്മൾ തന്നെ നിൽക്കണം. അപ്പോൾ അങ്ങനെ രാത്രി ഒരു 10 മണി തൊട്ട് തുടങ്ങി. ആദ്യത്തെ കുട്ടി വന്നതിന് ശേഷം നമ്മൾ അറിഞ്ഞ തന്നെ ആ കുട്ടീൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഇവിടെ തന്നെ എല്ലാവരും ഇതൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും പിന്നെ നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഓടി വന്നത്. രാവിലെ ഒരു 6 മണി വരെ ഉണ്ടായിരുന്നു ഉള്ള പ്രസവം. ഭയങ്കര ഡിലേ ആയിട്ടാണ് പ്രസവമൊക്കെ ഉണ്ടായിരുന്നത്. ഒരു കുട്ടി വന്ന് ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഗ്യാപ്പൊക്കെ ആയിട്ട് അടുത്ത പപ്പീസ് വരുന്നത്. അതെന്നുണ്ടെങ്കിൽ പപ്പീസുകൾ നല്ല എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഡോഗുകളൊക്കെ ഒരുവിധം അങ്ങനെ ലിറ്റർ ഇറങ്ങി കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അവരെ ബോഡീന്ന് ഒറ്റയടിക്ക് പപ്പീസിനെ ഇറക്കി വിടുമ്പോൾ അവരെ വെയിറ്റൊക്കെ പെട്ടെന്ന് ലോസ് ആവില്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. ഭയങ്കര നമ്മളിങ്ങനെ കുറച്ച് പപ്പീസൊക്കെ ആണെങ്കിൽ ചില ഡോഗുകൾ പെട്ടെന്ന് പ്രസവിച്ച് അവസാനിപ്പിക്കുകയാണ്. അധികം ഉണ്ടെങ്കിൽ പതുക്കിനെ പ്രസവിക്കുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ 7 കുട്ടി വന്നപ്പോൾ നമ്മൾ ഒരു കുട്ടി ഉണ്ടെന്ന് സംശയം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു 5:30 ആയപ്പോൾ പിന്നെ ഞാൻ വയ്യാണ്ടായി, ഉറങ്ങാണ്ടായി. അപ്പോൾ പിന്നെ ഇനി ഇന്നെങ്കിൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയി ചെന്ന് കിടന്ന് ജസ്റ്റ് ഒന്ന് നേരം കൊടുക്കുമ്പോൾ കുറച്ച് നേരം കിടക്കാൻ വിചാരിച്ച് കിടന്നു. കടൽ ഡോഗിന് നമ്മൾ ഫുഡും കാര്യങ്ങൾ കൊടുക്കണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ടൈമിൽ ഒരു 8:30 ആകുമ്പോഴേലും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഉമ്മമാർ ഭയങ്കര തെക്കുന്നരക്കാൽ കൂടെ. അപ്പോൾ കുറേ എണ്ണമുള്ള കാരണം കൊണ്ട് അവരെ ഒച്ചപ്പാടൊക്കെ ആയാൽ നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കിടക്കാൻ ചെന്ന് കിടന്നു. അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഒരാളോട് വന്ന് എടുക്കുന്നു. അങ്ങനെ 8 പപ്പീസ് 7 അതുണ്ടെന്നുണ്ടായുള്ളൂ. പിന്നെ കഴിഞ്ഞ് ഒരാളോടും വന്നു. അങ്ങനെ 8 ആളെ കിട്ടി. എല്ലാവരും നല്ല ഹെൽത്തി പപ്പീസ് തന്നെയാണ്. ഇപ്പോൾ ജാക്ക് റസലിൻ്റെ കേസിലൊക്കെ നമുക്ക് അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. നല്ല ഒത്തിരി നല്ല ആക്റ്റീവായിരിക്കും, പാൽ കുടിക്കാനൊക്കെ എന്തായാലും. പിന്നെ ഇവള് നല്ല കെയറിങ് ആണ്. ഇവള് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ആൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പാലൊന്നും അത്ര വലിയ ഇഷ്ടമില്ല ആൾക്ക്. പാൽ വെച്ച് കൊടുത്തിട്ട് പാൽ കുടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പാലുണ്ടാവുന്ന ഇപ്പോൾ 8 കുട്ടികളിലല്ല. അപ്പോൾ നന്നായി പാലുണ്ടാവണം തള്ളയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കാൽസ്യം കൊടുക്കുന്നുണ്ട് 2 നേരം. ഒരു 2.5 ml വെച്ചിട്ട് 2 നേരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പൊടി ഉണ്ടായിരുന്നു ഒരു പാലുണ്ടാകാനുള്ളത്. പക്ഷെ അത് മൂപ്പർക്ക് വലിയ ഇഷ്ടമില്ല. ഇപ്പോൾ നമ്മൾ കാൽസ്യത്തിൻ്റെ കൂടെ അത് ആഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. എന്നാലും നന്നായി പാലുണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് പാലായി ഒരു വയറുതറിഞ്ഞ് കിടക്കുന്നത്. ഇവരൊക്കെ കണ്ടില്ല, വയറൊക്കെ തന്നെ വയറുതറിഞ്ഞ് ഫുള്ളായിട്ട് കിടക്കണേ. സുഖമായി നല്ല ചൂടും കൊണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇന്നത്തെ മിക്കവാറും ഇന്ന് പ്രസവം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ സില്ലിയുടെ മൂളിച്ചൊക്കെ കൊണ്ട് കേൾക്കുന്നുണ്ട്. മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഡെലിവറി ഉണ്ടെങ്കിൽ നമ്മുടെ നടുവടിക്കും. ഉറക്കുളച്ചിട്ട് 2 ദിവസം അടുപ്പിച്ചൊക്കെ ഉറക്കുളയ്ക്കുമ്പോൾ നല്ല ക്ഷീണമാവും. എന്നിരുന്നാലും നമുക്ക് കുട്ടികൾ ഇത്രയും കിട്ടിയ കാരണം കൊണ്ട് നല്ലൊരു സന്തോഷം. ആരും പോയില്ല, എല്ലാ കുട്ടികളും ലൈവായി കിട്ടി. ഉറക്കുളച്ചാലും നമുക്കൊരു വിഷയമുള്ള കേസല്ല. അപ്പോൾ നല്ല പപ്പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യാം.
പിന്നെ നമ്മുടെ ഫ്രഞ്ച് ബുൾഡോഗ് ലിറ്റർ ഇറങ്ങിയിട്ടുണ്ടെന്നല്ലോ, അതിൽ നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ തന്നെ പുള്ളി ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനെ അഡ്വാൻസ് ചെയ്തൊരു മെയിൽ കുട്ടീനെ, പിന്നെ ഒരു മെയിലിനെ പറ്റിക്ക് നമുക്ക് എന്തായാലും വീട്ടിൽ നിർത്താനുള്ള ഒരു പരിപാടിയാണ്. പുള്ളി വെയിറ്റ് ചെയ്തിരുന്നാണ് നമ്മുടെ അടുത്തൊരു നല്ല പപ്പീസ് ഇറങ്ങണം നോക്കിയിട്ട്. പുള്ളി ഒരെണ്ണത്തിന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫീമെയിൽ പപ്പികളൊക്കെ കിടപ്പുണ്ട്. അതിൽ 2 ഫീമെയിലുണ്ട്. പറ്റെങ്കിൽ ഒരു ഫീമെയിലിനും ഒരു മെയിലിനും വീട്ടിൽ നിർത്താനുള്ളൊരു ഐഡിയ ആണ്. അങ്ങനെ അത്രയും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ലൈനേജാണ് രണ്ടും. നല്ലൊരു എൻ്റെ ഒരു ഡ്രീം ബ്രീഡിങ് ഞാൻ ചെയ്തതാണത്. പക്ഷേ അത് സക്സസ് ആയി. നല്ല പപ്പീസ് തന്നെ നമുക്ക് കിട്ടിയതൊക്കെ. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്യാം. ഫ്രഞ്ച് ബുൾഡോഗിനെ, നല്ല ഒറിജിനൽ ഫ്രഞ്ചിനെ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്തോളാം. നമുക്ക് ബുക്കിങ്ങൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവർ 5 ദിവസമായില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. കുട്ടികൾ തള്ളയ്ക്കും സർജറി ചെയ്തതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഓക്കെയാണ്. പാലക്കിൻ്റെ നന്നായിട്ട് കുട്ടികളൊക്കെ അടിപൊളിയായി നോക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാട്ടിത്തരാം അവരെ. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് നമ്മുടെ സില്ലി കിടക്കുന്നുണ്ട്. സില്ലീനെയും കൂടി ഒന്ന് കാട്ടിത്തരാം. അപ്പോൾ പപ്പീസിനൊക്കെ കണ്ടില്ലേ. ഇനി ഇവരെ അപ്ഡേറ്റ് ചെയ്ത വീഡിയോസ് ഒന്നും ജസ്റ്റ് വലുതാകുമ്പോഴൊക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇനി ഇവരെ വാലൊക്കെ ഇന്ത്യന് വാലൊക്കെ കട്ട് ചെയ്യണം. അത് കണ്ടെത്തോളം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത്താവും വാല് കട്ട് ചെയ്തില്ലെങ്കിൽ. ഭയങ്കര നീട്ടം വരും ഒരു വാലിന്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഇനി നമ്മുടെ സില്ലീനൊന്ന് കാട്ടിത്തരാം. എൻ്റെ കണ്ടിട്ട് പാലൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുക. തൊട്ടിട്ടില്ലേ അവള്. ഫുഡ് കുറച്ച് കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വെള്ളം നന്നായി കുടിക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ സില്ലീനെ കാട്ടിത്തരാം. എന്താ കഥ നോക്കാം നമുക്ക്. സില്ലിപ്പെണ്ണതല്ലോ. സില്ലിപ്പെണ്ണ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒന്ന് കാണട്ടെ. ഞാൻ സില്ലിപ്പെണ്ണ പാവാട്ടാ. സില്ലിപ്പെണ്ണ ഭയങ്കര ക്യൂട്ടാണ്. അയ്യോ പാവാണ് സില്ലി. വാ അങ്ങോട്ട് വരണം, അങ്ങോട്ട് വന്നു വാ. അയ്യോ സില്ലിപ്പെണ്ണ ഇന്ന് അത്യാവശ്യം നല്ല വയറുണ്ട് കേട്ടോ. സില്ലിപ്പെണ്ണ പേപ്പറൊക്കെ ഇട്ടെടുത്തിട്ടൊന്ന് കടിച്ച് കീറാനായിട്ട്. കാരണം മാന്തിയിട്ടൊക്കെ അവിടെ പാടുകളൊക്കെ ഉണ്ട് തറയിലൊക്കെ. ഇന്നുണ്ടാവും മിക്കവാറും. വാലൊക്കെ താഴ്ത്തിയിട്ടുണ്ട്. മിക്കവാറും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു 2 പേരൊക്കെ ഏതാണ്ട് ഒരേ ടൈമിൽ തന്നെയാണ് മാറ്റ് ചെയ്തതൊക്കെ. വയറുമ തൊട്ട് നോക്കുമ്പോൾ പപ്പീസിൻ്റെ എനക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇതിൽ ചവിട്ടിക്കുത്തൊക്കെ ഉണ്ട്. വയറുമനെ കൈ വെച്ചാൽ അറിയാം ശരിക്ക്. വയ പുറത്ത് പോകണ്ട കേട്ടോ. കാണട്ടെ രാവിലെ നമ്മളെ സില്ലിപ്പെണ്ണെ എന്താ തകർക്കണോട്ടതില്ല നമുക്കിന്ന്. ഇവളും 1 ലിറ്റർ കഴിഞ്ഞ ഫീമെയിൽ തന്നെ കേട്ടോ. കഴിഞ്ഞ ഇവിടെ വന്നിട്ട് ഒരു പ്രസവം കഴിഞ്ഞ ഫീമെയിലാണ്. നോർമലായിട്ട് തന്നെ ആയി. പപ്പീസിനൊക്കെ അവൾ തന്നെ നല്ല ഇത് നോക്കി. അവൾ ടെമ്പറേച്ചർ നോക്കിയില്ല. എന്ന് ടെമ്പറേച്ചർ നോക്കി നോക്കണം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇതൊക്കെ നല്ല വൈറ്റ് കളറുള്ള ടൈപ്പ് ഫീമെയിൽ തന്നെ കേട്ടോ. ഇത് നമ്മുടെ ഫ്രഞ്ച് ബുൾഡോഗിനെ പപ്പീസിനെ കാട്ടിത്തരാം കേട്ടോ. സില്ലി എല്ലാവരോടൊന്നും തകർക്കുന്നു പറഞ്ഞ പ്രസവമൊക്കെ. നോ പ്രസവത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അടുത്ത റൂമും കിടക്കുന്നത്. ഇതായിരിക്കണം റാണി. അത് നമ്മൾ ഇത് വെച്ചിട്ടേ അട്ട വെച്ച് തിരിച്ചേക്കാം. പക്ഷേ ഇതിനായിട്ട് നല്ല നമ്മൾ ഫ്രഞ്ച് ബുൾഡോഗിനായിട്ടുള്ള പോലെ ചെയ്യുന്നതാട്ടാ. ഒരൊറ്റ പപ്പീസ് കൂലിയത് എനിക്ക് സത്യം വേണമെങ്കിൽ പേടിയാണ്. 8 പപ്പീസൊക്കെ ഉള്ള കാരണം കൊണ്ടേ ഇതിൽ എവിടെയെങ്കിലൊക്കെ മണ്ടയിൽ കിടന്നാൽ വളരെ ചെറുതല്ല. ഒരു 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെയും അവർ നിരങ്ങി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരും. ഇത്ര ചെറുതാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാത്തിനും കിട്ടുമെന്ന് വിചാരിക്കാം. ഒറ്റയ്ക്ക് ഇട്ടുകൊടുത്തില്ലെങ്കിൽ പിന്നെ അവൾ ഭയങ്കര ഒച്ചപ്പാടാണ്. അതേ കാരണം കൊണ്ടോ. അല്ലെങ്കിൽ പിന്നെ മാറ്റിയിട്ട് ഫീഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഇനി അപ്പുറത്തെ റൂമിൽ ഇതേ കിടക്കുന്നുണ്ടല്ല. ബീഗിളിൻ്റെ ഓഫീസൊക്കെ ഇതേ കിടക്കണം. നമ്മുടെ പപ്പി ഇതേ കിടക്കണം. അത് കിടന്നോട്ടാ. അപ്പോൾ എല്ലാ റൂമും ഫുള്ളാണ് ഇപ്പോൾ. പിന്നെ ബീഗിളിൻ്റെ കുറച്ച് ഓഫീസിന് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രഞ്ച് കുട്ടനെ ഞാൻ കാട്ടിത്തരാം. നമ്മുടെ ഫ്രഞ്ച് കുട്ടന്മാരിത് പാൽ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളിയെ നോക്കുന്നുണ്ട് അവള്. ഇത് 2 ആള്. ഇത് ഫീമെയിൽ കുട്ടി കേട്ടോ. പാലൊക്കെ ഇതേ നോക്കി നന്നായി പാലുണ്ട് കേട്ടോ. ഞാനൊരു പൊടി കൊടുക്കുന്നുണ്ട് അവർക്ക്. അത് ഞാൻ കാട്ടിത്തരാം കേട്ടോ.
ഫീമെയിൽ കോപ്പി ആട്ടത്. ഇത് പറഞ്ഞാൽ മെയിൽ കോപ്പിയാണ്. നല്ല കനം വെച്ചിരിക്കണ ഇവരൊക്കെ. ഇത് പറഞ്ഞാൽ മെയിൽ കുട്ടിയാണ് കേട്ടോ. എൻ്റെ ആളിതവിടെ പാലുകുട്ടിയിലാണ്. ഇതൊരടുത്തൊരു മേലുകുട്ടി. ഇതിൽ ഒരു മേലുകുട്ടി ഇപ്പോൾ ബുക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ഒരാൾ നല്ല പാലുകുടിയില്ല. ഫീമെയിൽ കുട്ടി നല്ല ക്യൂട്ടായിട്ട് കാണാം. നേരിട്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് കാണുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഈ ലോക്കൽ ഫോണും വെച്ചുള്ള പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് എത്രത്തോളം ഇതിൻ്റെ ഭംഗിയുണ്ട് നമുക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. കുറിച്ചോ ഇപ്പോൾ താല്പര്യമുള്ളതൊക്കെ നേരിട്ട് വന്ന് വേണമെങ്കിൽ കാണാം കേട്ടോ. ഈശ്വര ഇപ്പം നാൾ പോയേനെ കയ്യിൽ ചക്കപ്പഴം വീണ പോലെ വീണ. ഇപ്പോൾ നല്ല വൈറ്റ് കളർ പോലെയാണ് കേട്ടോ. പക്ഷേ വൈറ്റ് അല്ല ആവുക, അത് ക്രീം കളറാവുക. മദറൊക്കെ ക്രീം കളറാണ്. ഇത് പിന്നെ അയ്യോ പാവാട്ട മൂപ്പര്. അപ്പോൾ ഇവർക്ക് പാലുണ്ടാവാനൊക്കെ നമ്മളൊരു പൊടി കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ടുള്ള സാധനം കേട്ടോ. ബ്രീഡേഴ്സിനൊക്കെ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ച് യൂസ് ചെയ്ത് നോക്കിക്കോ. നല്ല റിസൾട്ടാണ്. ഞാൻ ഫോട്ടോ കാട്ടിത്തരാം. ഇതാണ് സാധനം. നല്ല ഇതാണ്ട മിൽക്ക് പൗഡറാണ്. ഇത് പാലിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടേ കൊടുത്താൽ മതി. അടിപൊളി സാധനം. ഡെയിലി ഒരു പാക്ക് കൊടുത്താൽ മതി കേട്ടോ. 10 കിലോന് താഴെയുള്ള ഒരു ബാഗ് ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പാലുണ്ടാവും കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടാണ്. നന്നായി പാലുണ്ടാവുന്നുണ്ട്. അപ്പോൾ വല്ലവർക്കും താല്പര്യമാണെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കിക്കുക. നമ്മുടെ ഞങ്ങൾ തൃശ്ശൂരാണ് സ്ഥലം. അപ്പോൾ തൃശ്ശൂർ ഞങ്ങൾ കാടാസിൽ നിന്ന് ഞാൻ മേടിക്കാറ്. അവിടെ നിന്നൊക്കെ നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. എല്ലായിടത്തും ഇത് അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്നോട് നല്ലൊരു പാർട്ടി വിളിച്ച് ചോദിച്ചിരുന്നു ചേട്ടാ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ. ഇത് തൃശ്ശൂർ കാടാസിലുണ്ട് കേട്ടോ. അത് ഇനി വേറെ തൃശ്ശൂർ ഷോപ്പിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ കാടാസിൽ നിന്ന് മേടിക്കാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വരെയുള്ളൂ. പഞ്ചായത്ത് ഇപ്പോൾ നമ്മുടെ സില്ലിയുടെ ഡെലിവറി ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വീഡിയോ ഞാൻ പുതിയത് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലത്തെ അപ്ഡേറ്റ് ചെയ്തുള്ള പുതിയ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ട് തരാം. ഓക്കെ. ഇപ്പോൾ കുറച്ച് തിരക്കായ കാരണമാണ് ഇപ്പോൾ കുറവ് വീഡിയോ വരാനായിട്ട്.